കളമശ്ശേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ വാതക ചോർച്ച പരിഹരിച്ചു. നിപ്പോൺ ടയേഴ്സിന് മുന്നിലാണ് ഇന്നലെ രാത്രി ലോറി മറിഞ്ഞത്. ബിനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എല്ലാ പ്രശ്നവും ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞോ? ഉമൈബൻ, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. മറിഞ്ഞ ടാങ്കർ ലോറി ദേശീയപാതയിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ടാങ്കർ ലോറിയിൽ ചെറിയ ലീക്കുണ്ട്, ഗ്യാസ് ലീക്കേജ് ഉണ്ടായിരുന്നു, അതും പരിഹരിച്ചു. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അമ്പലമുകളിലെ BPCL നിന്ന് ഗുജറാത്തിലേക്ക് പ്രൊപ്പിലിൻ ഗ്യാസുമായി പോകുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കളമശ്ശേരിയിൽ ഇപ്പോൾ പുതിയ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കി വരികയാണ്. അതായത് HMT ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ദേശീയപാതയിലെത്തി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ഇപ്പോൾ കളമശ്ശേരി ഭാഗത്തേക്ക്, അതായത് പ്രീമിയർ ടയേഴ്സ് ഭാഗത്തേക്ക് പോകേണ്ടത്. അതായത് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വേണ്ടിയാണ് U-ടേൺ സമ്പ്രദായം തന്നെ ഏർപ്പെടുത്തിയത്. അതിൽ ഓവർടേൺ ആയാണ് ഈ ടാങ്കർ ലോറി മറിഞ്ഞത് എന്നതാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അടക്കം പറയുന്നത്. അവിടെ 11 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായി. രാത്രി മുഴുവൻ ഈ ടാങ്കർ ലോറി അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ. 4:30 ഈ ടാങ്കർ ലോറി അവിടെ നിന്ന് ഉയർത്താനും അതിന്റെ ഗ്യാസ് ലീക്കേജ് പരിഹരിക്കാനും കഴിഞ്ഞു. ഗുജറാത്തിലേക്ക് പ്രൊപ്പിലിൻ ഗ്യാസുമായി പോയിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം ഉമൈബാൻ. ശരി ബിനിൽ, എന്തായാലും വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. വാതക ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചിരിക്കുകയാണ്. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.